തനിക്കെതിരെ ഗൂഢാലോചന നടന്നു എന്നാണ് ഇപ്പോൾ ദിലീപ് പറയുന്നത്. അതിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് എന്നും അദ്ദേഹം സൂചന നൽകിയിരുന്നു. ആ ഒരു വിഷയത്തിൽ നിയമപരമായിട്ടുള്ള സ്കോപ്പ് എത്രത്തോളമാണ്? അതൊക്കെ അദ്ദേഹത്തിൻ്റെ ചില ഉണ്ടയില്ല വെടികളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഒരു പരിശുദ്ധ പുണ്യവാളനാണ് എന്ന് സ്ഥാപിക്കാനുള്ളൊരു ശ്രമം പുള്ളിയും പുള്ളിയുടെ ചില സൈബർ ഗുണ്ടകളും ചേർന്ന് കുറേ കാലമായിട്ട് നടത്തുന്നുണ്ട്. ഇപ്പോൾ തുടങ്ങിയതല്ല, ഒരുപാട് കാലമായിട്ടുണ്ട്. മാത്രമല്ല പുള്ളിയുടെ ആരോപണത്തിന് ഒരു സാമുദായിക സ്വഭാവം കൂടിയുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വന്നുള്ള പ്രതികരണങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും. ആ. ഈ ദിലീപ് പുണ്യവാനാണ്, പരിശുദ്ധനാണ് എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ നാട്ടിലെ ചില ഹിന്ദുത്വ സൈബർ തീവ്രവാദികളാണ്. അത് ശ്രദ്ധിച്ചു. ഓക്കെ. ഈ കേസ് വിധിച്ച ജഡ്ജി CPM തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയുടെ മകളാണ്. ഇപ്പോഴത്തെ സെക്രട്ടറിയിൽ തൊട്ട് മുമ്പത്തെ സെക്രട്ടറി. ഓക്കെ. അപ്പോൾ എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ BJPക്കാർക്ക് അല്ലെങ്കിൽ RSS ചിന്താഗതിക്കാരായ ആളുകൾക്ക്, സൈബർ ഗുണ്ടകൾക്ക് ഈ ജഡ്ജിയുടെ നിഷ്പക്ഷതയെക്കുറിച്ച് യാതൊരു സംശയമില്ലാത്തത്, അല്ലെങ്കിൽ ദിലീപിൻ്റെ നിഷ്കളങ്കതയെക്കുറിച്ച് ഇത്രയും നിർബന്ധം എന്ന് ചോദിച്ചാൽ, ദിലീപ് ഒരു കാലത്തും RSSകാരനോ BJPക്കാരനോ വരുന്നില്ല. എൻ്റെ അറിവിലും ഓർമ്മയിലും പുള്ളി കോൺഗ്രസ്സുകാരനാണ്. ഞങ്ങൾ അയൽവാസികളാണ്. അത് ലിയോക്കറിയോ? ഓക്കെ. ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ അയൽവാസികളും ബന്ധുക്കളുമാണ്. എനിക്ക് കുട്ടിക്കാലത്ത് തൊട്ട് അദ്ദേഹത്തെ അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് അറിഞ്ഞപ്പോൾ തന്നെ ഇതിന് പുറകിൽ പുള്ളിയായിരിക്കും എന്ന് ഞാൻ ഊഹിച്ചത്. ചെറുപ്പം മുതൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് അത്തരത്തിലുള്ള ഒരു രീതി ഉണ്ടെന്നാണോ അങ്ങ് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ ഇങ്ങനെ ഒരു എലമെൻറ്റും ഉണ്ട്. അത് പിന്നെ അത് കൂടുതൽ പ്രകടമായി എന്നുള്ളതാണ് എൻ്റെ അനുഭവം. അപ്പോൾ അതുകൊണ്ട് കോടതിയുടെ വിധി എന്ത് തന്നെയാണെങ്കിലും എനിക്ക് എൻ്റേതായ ഒരു നിഗമനം അന്ന് തന്നെ ഉണ്ട്. പിന്നീട് പുറത്തു വന്ന തെളിവുകളും അതിനെ സാധൂകരിക്കുന്ന രീതിയിലായിരുന്നു. ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല. പക്ഷേ കോടതിയെ സംബന്ധിച്ചിടത്തോളം തെളിവാണ് പ്രധാനം. അതെ. അപ്പോൾ തെളിവിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെ വെറുതെ വിട്ടു. എനിക്കിപ്പോൾ അതിൽ പരാതി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മൾ പരാതിപ്പെട്ടാൽ കാര്യമില്ല. പല കേസുകളിലും ഇങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ. കുറ്റം ചെയ്തവർ, നേരിട്ട് പങ്കെടുത്തവർ ശിക്ഷിക്കപ്പെടുകയും കുറ്റത്തിന് ഇന്ധനവും മറ്റെല്ലാ സൗകര്യങ്ങളും ചെയ്ത ആളുകൾ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും. മിക്കവാറും കേസിലും അങ്ങനെ സംഭവിക്കാറ്. ഓക്കെ. ഏത് കേസിലും. അപ്പോൾ അത് ഈ കേസിന് സംഭവിച്ചു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അതിൽ കവിഞ്ഞ പ്രാധാന്യം അതിന് കൊടുക്കേണ്ടതില്ല. പക്ഷേ ഈ കേസിലെ പ്രതികളും അതുപോലെ ഇരയാക്കപ്പെട്ട ആളുകളൊക്കെ പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്നവരായതുകൊണ്ട് ഇത്ര വലിയ വാർത്താ പ്രാധാന്യം കിട്ടിയത്. ശരിയാണ്.